നിങ്ങളുടെ ജീവിത പങ്കാളി, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല, മാറി താമസിക്കുകയും എന്നാൽ വിവാഹമോചനത്തിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇത്തരമൊരു സാഹചര്യത്തിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് പെറ്റീഷൻ അഥവാ RCR പെറ്റീഷൻ ജൂറിസ്ഡിക്ഷനുള്ള ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഓരോ പങ്കാളിക്കും അവരുടേതായ കടമകളുണ്ട്. ഇത്തരം കടമകൾ നിർവഹിച്ചിട്ടും എതിർ പങ്കാളി യാതൊരു കാരണവും കൂടാതെ മാറി താമസിക്കുകയാണെങ്കിൽ ആണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് സെക്ഷൻ 9 റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കേസ് ഫയൽ ചെയ്യാവുന്നത്, എവിടെയാണ് കേസ് ഫയൽ ചെയ്യാവുന്നുള്ളത്, എപ്പോഴാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എയ്തർ ദ ഹസ്ബൻഡ് ഓർ ദ വൈഫ് ക്യാൻ സീക്ക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് റീസണബിൾ എക്സ്ക്യൂസ് വിഡ്രോൺ ഫ്രം ദ സൊസൈറ്റി ഓഫ് അതർ. രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തിലെ കടമകളും മറ്റു കാര്യങ്ങളും ചെയ്ത് ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് യാതൊരു റീസണും കൂടാതെ വിഡ്രോ ആവുകയാണ് എങ്കിൽ അതർ പാർട്ടിക്ക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ആ അഗ്രീവ്ഡ് പാർട്ടിക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഫാമിലി കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ധർമ്മേന്ദ്ര കുമാർ വേഴ്സസ് ഉഷാകുമാർ. താങ്ക് യു ഫോർ വാച്ചിങ് ലോകസ്റ്റ്.